ബത്ലഹേം കുടുംബ യൂണിറ്റ് നമ്മുടെ ഗിരീഷ് ഷേഡിയുടെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. മമിതയാണ് നായികയായിട്ട് വരുന്നത്. പ്രേമലൂരിന് ശേഷമാണ് ആ ഒരു കോംബോ. അതിലേക്ക് നമ്മുടെ നിവിൻ പോളി വരികയാണ്. സർവമായ പോലൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിന് ശേഷം ബേബികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സർവമായയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സേഫ് സോണാണ് ഈ കോമഡി എൻ്റർടൈനേഴ്സ്, എസ്പെഷ്യലി ഒരു ഫാമിലി ഡ്രാമ ഒക്കെ. സോ അങ്ങനത്തെ ഒരു സിനിമ. ആൻഡ് ഗിരീഷ് ഷേഡിയെ പറ്റി പറയണം. കിടിലൻ സിനിമകളാണ് മലയാളികൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി കോമഡി സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. സോ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡക്ഷൻ. അതും ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. സോ നമുക്ക് ആ ഒരു ട്രെയിലർ കാണാം. ഓക്കെ, 2005 പഴയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കാസറ്റിൻ്റെ പരിപാടിയായിരുന്നു. ഓക്കെ. ഓ സംഗീത്. ആ മോഡുലേഷൻ അടിപൊളിയായിരുന്നു ഇവൻ ചെയ്യുന്നത്. ഓ, വിഷ്ണു വിജയാണ് മ്യൂസിക്. ആഷ്ലി. നിവിൻ കൊടുക്കുന്ന മോഡുലേഷൻ. ഓക്കെ. ലിഷ്ബത്ത് ഫഹദ് ഫസൽ. ബത്ലഹേം കുടുംബ യൂണിറ്റ് 21st. എന്ത് ഇത് ഭയങ്കര എനിക്കിത് കുറച്ച് പ്രായമുള്ള ഒരാളും കുറച്ച് പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയം അങ്ങനെ. ഇന്നിപ്പം ഒരു കോയിൻസിഡൻസ് പോലെ ഇന്ന് അദ്ദേഹത്തെ നമ്മുടെ മമിത നായികയായിട്ടുള്ള സൂര്യ സാറിൻ്റെ പടം റിലീസായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ ഒരു കുഞ്ഞു സാധനം ഇതാണോന്നറിയില്ല. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് തോന്നിയതാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഓണത്തിന് എക്സൈറ്റഡ് ആയിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്കാണ്. എസ്പെഷ്യലി കോമഡി സിനിമ ആയതുകൊണ്ടാണ്. ഭയങ്കര അടിപിടി വെട്ടുകുത്തൊന്നും ഇല്ലാത്തൊരു കോമഡി സിനിമ. അങ്ങനത്തെ ഇതാണ് ഞാനെപ്പോഴും തിയേറ്ററിൽ വലിയ സിനിമകൾ കാണാറുണ്ട്. എന്നാൽ പോലും ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന സിനിമകളാണ്. സോ അങ്ങനത്തെ ഒരു വൈബുള്ളൊരു സിനിമ 21st-നാണ്. 20-ന് ഖലീഫ ആൻഡ് 21st-നാണ് ഈ ഒരു സിനിമ വരുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു ജോണർ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഉള്ളതാണ്. ഒരു ഫൺ. നിവിൻ്റെ ഞാൻ ട്രെയിലർ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ചില കാര്യങ്ങളൊക്കെ ചില മോഡുലേഷൻസ് ഒക്കെ കൊണ്ടുവരും. അതാണ് ഭയങ്കര ഈസി ആയിട്ടാണ് അദ്ദേഹം കോമഡി കൈകാര്യം ചെയ്യുന്നത്. ഈ യങ്സ്റ്റേഴ്സിൽ കോമഡി ചെയ്യുന്ന നടന്മാരിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ആളാണ് നിവിൻ എന്ന് പറയുന്നത്. സോ കിടിലാണ്, അത് വേറെ ലെവലാണ്. സോ ഈ ഒരു ടീമിൻ്റെ കൂടെ കോമഡിയുടെ മെയിൻ ആളായ ഗിരീഷ് ഷെഡിയുടെ ആ ഒരു ടീമിലേക്ക് നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറും കൂടെ വരുമ്പോൾ
ഒരു മാജിക്, ഒരു കിഡിലൻ സിനിമ, ഒരു കിഡിലൻ ഫാമിലി എൻ്റർടൈനർ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എസ്പെഷ്യലി ഒരു ഓണത്തിന്. ഒരുപാട് സിനിമകളുണ്ട്. നമ്മുടെ ഐ ആം ഗെയിം പോയി ഏതായാലും. ഇനിയുള്ളത് ഖലീഫയാണ്. അത് കുറച്ചൊരു മാസ് എൻ്റർടൈനറാണ്. ഇത് കുറച്ച് സെറ്റിലായിട്ടുള്ളൊരു ഒരു കുഞ്ഞൊരു സിനിമ. കുഞ്ഞൊരു സിനിമയെന്ന് ഉദ്ദേശിച്ചത് ഒരു മറ്റേൻ്റെ കണ്ടൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയൊരു കഥ പറയുന്ന അല്ലെങ്കിൽ കോമഡി കൈകാര്യം ചെയ്യുന്നൊരു സിനിമയാണ്. സോ ഇതിലാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണുള്ളത്. സോ നോക്കാം എങ്ങനെയാണ് ഓണമാര് തൂക്കും. അല്ലെങ്കിൽ എല്ലാ സിനിമകളും ഇറങ്ങുന്ന സിനിമകളെല്ലാം നല്ല നല്ല സിനിമകളെല്ലാം വിജയിക്കണം, നല്ല സിനിമകൾ വരണം. സോ ഒരു കിടിലൻ എൻ്റർടൈനർ തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു നല്ല കിടിലായിട്ട് വന്നിട്ടുള്ള ഒരു എന്തോ ഒരു സാധനം എൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഇവർ തമ്മിലുള്ള ഒരു ക്യാരക്ടറൈസേഷനും അതൊക്കെ ഒരു ഫണ്ണാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തിയേറ്ററിൽ കാണാം. സോ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.